ഹിസ്റ്ററി ക്ലബ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഫോക്കസ് തീം 7 മഹാത്മാഗാന്ധി ആൻഡ് ദ നാഷണൽ മൂവ്മെന്റ്. മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനവും. ഫോക്കസ് ഏരിയ 1 ഗാന്ധിജീസ് ഏർലി സ്ട്രഗിൾ ഇൻ ഇന്ത്യ. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ. Mohandas Karamchand Gandhi was born in 2nd October 1869 at Porbandar in Gujarat. After getting his legal education in Britain, he went to South Africa to practice law. It was during his struggle in Africa he evolved the technique of satyagraha based on truth and non-violence. Gandhi turned to India in 1915 at the age of 46. In 1916, he founded Sabarmati Ashram at Ahmedabad. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിലാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനിച്ചത്. ബ്രിട്ടനിൽ നിന്ന് നിയമ ബിരുദം നേടിയതിനു ശേഷം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി. ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണ വിവേചനത്തിനെതിരെ സമരം നയിച്ചു. അഹിംസയെ അടിസ്ഥാനമാക്കി സത്യാഗ്രഹം എന്ന സമരരീതി അദ്ദേഹം രൂപം നൽകിയത് ആഫ്രിക്കയിൽ വെച്ചായിരുന്നു. ഗാന്ധിജി 1915 46 വയസ്സിൽ ഇന്ത്യയിൽ തിരിച്ചെത്തി. 1916 അഹമ്മദാബാദിൽ സബർമതി ആശ്രമം സ്ഥാപിച്ചു. ചമ്പാരൻ സത്യാഗ്രഹ 1917. Gandhiji's first great experiment in Satyagraha in Champaran, a district in Bihar, in 1917. The peasants of Champaran were compelled to grow indigo in their land. Gandhiji visited Champaran in 1917. As a result of his intervention, peasants obtained freedom of cultivation crops of their choice. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ സത്യാഗ്രഹ പരീക്ഷണം ആദ്യമായി നടന്നത് ചമ്പാരനിലായിരുന്നു. ബീഹാറിലെ ഒരു ജില്ലയായിരുന്നു ചമ്പാരൻ. ചമ്പാരനിലെ കൃഷിക്കാർ അവരുടെ ഭൂമിയിൽ നീലം കൃഷി ചെയ്യാൻ നിർബന്ധിതരായി. യൂറോപ്യൻ തോട്ടമുടമകൾ നിശ്ചയിക്കുന്ന വിലക്ക് കൊടുക്കാനും അവർ നിർബന്ധിതരായി. 1917 ഗാന്ധിജി ചമ്പാരൻ സന്ദർശിച്ചു. ഗാന്ധിജിയുടെ ഇടപെടലോടെ കർഷകർക്ക് ഇഷ്ടമുള്ള വിള കൃഷി ചെയ്യാൻ സ്വാതന്ത്ര്യം ലഭിച്ചു. അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് 1918. He intervened in a labor dispute in Ahmedabad, demanding better working conditions for the textile mill workers. Gandhiji advised them to go on strike. They demanded 35% increase in wages. Gandhiji undertook fast unto death. At last, mill owners decided to increase the 35% increase in wages. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുണിമിൽ ഉടമകളും തൊഴിലാളികളും തമ്മിൽ വേതനത്തെക്കുറിച്ച് തർക്കമുണ്ടായി. വേതന വർധനവിനും നല്ല തൊഴിൽ സാഹചര്യത്തിനും വേണ്ടിയും തൊഴിലാളികൾ സമരം ആരംഭിച്ചു. ഗാന്ധിജി നിരാഹാരം ആരംഭിച്ചു. മിൽ ഉടമകൾ ഒത്തുതീർപ്പിന് തയ്യാറായി. തൊഴിലാളികൾക്ക് 35% കൂലി വർദ്ധിപ്പിച്ചു നൽകി. ഗേദ സ്ട്രൈക്ക് 1918. He joined peasants in Geda in asking the state for the remission of taxes
Following the failure of their harvest, government gave an instruction that revenue should be received only from those in a condition to pay. ഖേദയിൽ വരൾച്ച മൂലം കൃഷി നശിക്കുകയുണ്ടായി. എന്നാൽ ഭൂനികുതിയിൽ ഇളവ് നൽകാൻ ഗവൺമെന്റ് തയ്യാറായില്ല. ഗാന്ധിജി സമരത്തിൽ പങ്കെടുക്കുകയും ഇളവ് അനുവദിക്കുന്നതുവരെ നികുതി നൽകാതിരിക്കാനും കർഷകരോട് ആവശ്യപ്പെട്ടു. ഒടുവിൽ ഗവൺമെന്റ് കർഷകരുടെ ആവശ്യം അംഗീകരിച്ചു. These experiences brought Gandhiji in close contact with the masses. ഈ സമരങ്ങളെല്ലാം ജനങ്ങളെ ഗാന്ധിജിയിലേക്ക് അടുപ്പിച്ചു. ഫോക്കസ് ഏരിയ 2, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് 1920. നിസ്സഹകരണ പ്രസ്ഥാനം. Non-cooperation movement was the first mass movement launched under the leadership of Mahatma Gandhi. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ബഹുജന സമരമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. ബാക്ക്ഗ്രൗണ്ട്. റൗലറ്റ് ആക്ട്. This act authorized the government to imprison any person without a trial and conviction in a court of law. Gandhiji called for a country-wide campaign against the Rowlatt Act. ഈ നിയമപ്രകാരം ഒരു പൗരനെ കുറ്റം ആരോപിക്കാതെയും വിചാരണ ചെയ്യാതെയും തടവിൽ പാർപ്പിക്കാൻ ഗവൺമെന്റിന് അധികാരം ലഭിച്ചു. റൗലറ്റ് നിയമത്തിനെതിരെ രാജ്യം മുഴുവൻ പ്രതിഷേധിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. ജാലിയൻ വാലാബാഗ് മസാക്കർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. On April 13, 1919, a large but unarmed crowd had gathered at Amritsar in the Jallianwala Bagh to protest the arrest of their popular leaders. A British brigadier ordered his troops to open fire on nationalist meeting. More than 400 people were killed. 1919 ഏപ്രിൽ 13 നിരായുധരായ ജനക്കൂട്ടം അമൃതസറിലെ ജാലിയൻ വാലാബാഗിൽ തടിച്ചുകൂടി. നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാനായിരുന്നു അവർ ഒത്തുചേർന്നത്. ബ്രിട്ടീഷ് ബ്രിഗേഡിയറുടെ നേതൃത്വത്തിലുള്ള സൈന്യം പ്രതിഷേധക്കാർക്ക് നേരെ നിറയൊഴിച്ചു. 400-ലധികം പേർ കൊല്ലപ്പെട്ടു. ഗാന്ധിജി ആൻഡ് ഖിലാഫത്ത് മൂവ്മെന്റ്. ഗാന്ധിജിയും ഖിലാഫത്ത് പ്രസ്ഥാനവും. After the First World War, the British removed the Khalifa from power in Turkey. The Muslims started Khilafat movement in India for the restoration of the Khalifa's position. Gandhiji viewed it as a golden opportunity for cementing Hindu-Muslim unity. ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം ബ്രിട്ടൻ തുർക്കിയിലെ ഖലീഫയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി. ഖലീഫയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കാനായി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യം ഉറപ്പിക്കാനുള്ള സുവർണ അവസരമായി ഗാന്ധിജി ഇതിനെ കണ്ടു. എയിംസ് ഓഫ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങൾ. Restoration of the power and prestige of the Khalifa. Protest against the British over their repressive measures adopted in the Punjab. Demand for Swaraj or the self-rule. ഖലീഫയുടെ അധികാരവും അന്തസ്സും പുനഃസ്ഥാപിക്കുക. പഞ്ചാബിലെ അടിച്ചമർത്തൽ നയത്തിനെതിരെ പ്രതിഷേധിക്കുക. പ്രോഗ്രാം ഓഫ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പരിപാടികൾ. It had two aspects, one constructive and other boycott.
ഇതിൽ ക്രിയാത്മകവും നിഷേധാത്മകവുമായ പരിപാടികൾ ഉണ്ടായിരുന്നു. കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം, ക്രിയാത്മകമായ പരിപാടികൾ. എൻകറേജ്മെന്റ് ഓഫ് നാഷണൽ സ്കൂൾസ് ആൻഡ് കോളേജസ്, പ്രൊമോഷൻ ഓഫ് ഇൻഡിജിനിയസ് ഗുഡ്സ്, പോപ്പുലറൈസേഷൻ ഓഫ് ചർക്ക ആൻഡ് ഖാദി. ദേശീയ സ്കൂളുകളെയും കോളേജുകളെയും പ്രോത്സാഹിപ്പിക്കുക, സ്വദേശി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ചർക്കയും ഖാദിയും പ്രചരിപ്പിക്കുക. ബോയ്കോട്ട് പ്രോഗ്രാം, ബഹിഷ്കരണ പരിപാടികൾ. ബോയ്കോട്ട് ഓഫ് ഗവൺമെന്റ് സ്കൂൾസ് ആൻഡ് ലോ കോഡ്സ്, ബോയ്കോട്ട് ഓഫ് ബ്രിട്ടീഷ് ഗുഡ്സ്, സറണ്ടർ ഓഫ് ഹോണേഴ്സ് ആൻഡ് ടൈറ്റിൽസ്, ബോയ്കോട്ട് ഓഫ് ഇലക്ഷൻ, നോൺ പേയ്മെന്റ് ഓഫ് ടാക്സസ്. ബഹിഷ്കരണ പ്രസ്ഥാനം, ഗവൺമെന്റ് സ്കൂളുകളും കോടതികളും ബഹിഷ്കരിക്കുക, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക, ഇലക്ഷൻ ബഹിഷ്കരിക്കുക, നികുതി അടക്കാതിരിക്കുക. Students stopped going to schools and colleges run by the government. Lawyers refused to attend court. The working class went on strike. The tribes were violated forest laws. Peasants were refused to pay taxes. വിദ്യാർത്ഥികൾ ഗവൺമെന്റ് സ്കൂളുകളും കോളേജുകളും ബഹിഷ്കരിച്ചു. അഭിഭാഷകർ കോടതി ബഹിഷ്കരിച്ചു. തൊഴിലാളികൾ പണിമുടക്കി. ആദിവാസികൾ വനനിയമങ്ങൾ ലംഘിച്ചു. കർഷകർ നികുതി നൽകിയില്ല. The non-cooperation movement inaugurated new era of mass movement in the history of freedom struggle. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം ജനകീയ സമരത്തിന്റെ പുതിയൊരു യുഗം കുറിച്ചു. Chowri Chowra incident, 1922. When the non-cooperation was its height, violence occurred at Chowri Chowra village. The angry crowd attacked police station and burnt the police station, causing the death of 22 policemen. Gandhiji shocked. He suspended the non-cooperation movement. നിസ്സഹകരണ സമരം അതിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്ന സമയത്ത് ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ സമരം അക്രമാസക്തമായി. കർഷകർ നടത്തിയ ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചതിൽ കുപിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും തീവെക്കുകയും 22 പോലീസുകാർ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ സംഭവം ഗാന്ധിജിയെ ഞെട്ടിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനം അദ്ദേഹം നിർത്തിവെച്ചു. ഇമ്പാക്ട് ഓഫ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രാധാന്യം. All strata of the society had been politicized. The national sentiments and national movement reached the remotest corners of the land. Millions of the peasants, artisans, and poor had been brought into the national movement. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു. ദേശീയ ബോധവും ദേശീയ പ്രസ്ഥാനവും രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും എത്തിപ്പെട്ടു. ദശലക്ഷക്കണക്കിന് കർഷകർ, കൈത്തൊഴിലാളികൾ, ദരിദ്രർ എന്നിവർ ദേശീയ പ്രസ്ഥാനത്തിൽ എത്തിച്ചേർന്നു. Non-cooperation, wrote Mahatma Gandhi's American biographer Louis Fisher, became the name of an epoch in the life of India and of Gandhi. As a consequence of the non-cooperation movement, the British Raj was shaken to its foundations for the first time since the revolt. നിസ്സഹകരണ പ്രസ്ഥാനം
ഇന്ത്യയുടെയും ഗാന്ധിജിയുടെയും ജീവിതത്തിലെ ഒരു സംഭവമായി മാറിയെന്ന് ഗാന്ധിജിയുടെ ജീവചരിത്രകാരനായ ലൂയി ഫിഷർ പറയുന്നു. 1857 കലാപത്തിനു ശേഷം ബ്രിട്ടീഷ് രാജിന്റെ അടിത്തറ കുലുക്കിയ ആദ്യ സംഭവമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം. ഫോക്കസ് ഏരിയ 3, സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്, നിയമലംഘന പ്രസ്ഥാനം. സാൾട്ട് സത്യാഗ്രഹ, ഉപ്പ് സത്യാഗ്രഹം. After the end of non-cooperation movement, Mahatma Gandhi focused on his social reform work. In 1928, he began to think of re-entering politics. നിസ്സഹകരണ പ്രസ്ഥാനത്തിനു ശേഷം ഗാന്ധിജി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനത്തിനാണ്. 1928 വീണ്ടും രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ അദ്ദേഹം ആലോചിച്ചു. ആന്റി സൈമൺ ക്യാമ്പയിൻ 1928, സൈമൺ കമ്മീഷൻ വിരുദ്ധ സമരങ്ങൾ. British government appointed a commission under the leadership of J.A. Simon. The aim of Simon Commission was conduct inquiry into the working of the Act of 1919 and to go into the question of further constitutional reforms. All political parties in India opposed the Simon Commission because all members of the commission were Englishmen. ബ്രിട്ടീഷ് ഗവൺമെന്റ് J.A. സൈമന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ നിയോഗിച്ചു. 1919 നിയമത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് പഠിക്കാനും കൂടുതൽ ഭരണഘടനാ പരിഷ്കാരത്തിനും വേണ്ടിയായിരുന്നു ഈ കമ്മീഷനെ നിയോഗിച്ചത്. ഇതിൽ ഇന്ത്യക്കാർ ആരും അംഗങ്ങളായി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കമ്മീഷനെ ബഹിഷ്കരിച്ചു. ലാഹോർ സെഷൻ ഓഫ് ദ കോൺഗ്രസ് 1929, കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം. The meeting was signified for two things: the election of Jawaharlal Nehru as President of Indian National Congress. Purna Swaraj to be the objective of the Indian National Congress. 26 January 1930 was fixed the first Indian Independence Day. Lahore session of Indian National Congress also decided to launch a civil disobedience movement. കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം 2 കാര്യങ്ങളാൽ ശ്രദ്ധേയമായിരുന്നു. ഒന്ന്, ജവഹർലാൽ നെഹ്റുവിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. 2, കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു. 1930 ജനുവരി 26 ഒന്നാം സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാനും തീരുമാനിച്ചു. ദണ്ഡി യാത്ര, ദണ്ഡി മാർച്ച്. Civil disobedience movement started on 12th March 1930 with his famous Dandi March. With his 75 chosen followers, Gandhiji walked nearly 375 kilometers from Sabarmati to Dandi, a village on the sea coast. He reached Dandi on 6 April and picked up a handful of salt and broke the salt law as symbol of Indian people refusal to live under British made laws and thereafter under British rule. നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് 1930 മാർച്ച് 12 ഗാന്ധിജിയുടെ പ്രസിദ്ധമായ ദണ്ഡി യാത്രയോടുകൂടിയാണ്. തിരഞ്ഞെടുത്ത 75 അനുയായികളോടുകൂടി ഗാന്ധിജി സബർമതിയിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് 375 കിലോമീറ്റർ നടന്നു. ഏപ്രിൽ 6 ദണ്ഡി കടപ്പുറത്ത് എത്തിയ ഗാന്ധിജി
ഉപ്പുവാരി ഉപ്പ് നിയമം ലംഘിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലും നിയമത്തിന്റെ കീഴിലും ജീവിക്കാൻ ഇന്ത്യക്കാർക്ക് താല്പര്യമില്ല എന്ന പ്രതീകമാണ് ഈ സമരം. പ്രോഗ്രാം പരിപാടികൾ: വയലേഷൻ ഓഫ് സാൾട്ട് ലോസ്, ബോയ്കോട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലോ കോഡ്സ് ആൻഡ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ബോയ്കോട്ട് ഓഫ് ഫോറിൻ ഗൂഡ്സ്, നോൺ പേയ്മെന്റ് ഓഫ് ടാക്സസ് ടു ദ ഗവൺമെന്റ്. ഉപ്പ് നിയമം ലംഘിക്കുക: വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കോടതികളും നിയമനിർമ്മാണ സഭകളും ബഹിഷ്കരിക്കുക. നികുതി അടക്കാൻ തയ്യാറായില്ല. This movement rapidly spread everywhere in India. Across large part of Indian peasant breached the hated colonial forest laws. Factory workers went on strike. Students refused to attend government-run educational institutions. നിയമലംഘന പ്രസ്ഥാനം അതിവേഗം ഇന്ത്യയിൽ വ്യാപിച്ചു. കർഷകർ വന നിയമങ്ങൾ ലംഘിച്ചു. ഫാക്ടറി തൊഴിലാളികൾ സമരം ചെയ്തു. ഗവൺമെന്റ് സ്കൂളുകളും കോളേജുകളും വിദ്യാർത്ഥികൾ ബഹിഷ്കരിച്ചു. ഗാന്ധി ഇർവിൻ പാക്ട് 1931. ഗാന്ധി ഇർവിൻ സന്ധി. British government, while one hand was following suppression, on the other hand it was trying to reach an agreement with the Indian people. British government reached an agreement with the Congress and signed a treaty which is called Gandhi-Irwin Pact. As per the terms, the Indian National Congress agreed to suspend the civil disobedience movement. അടിച്ചമർത്തൽ നയം തുടരുമ്പോൾ തന്നെ ഇന്ത്യൻ ജനങ്ങളുമായി ഒരു കരാറിൽ എത്തിച്ചേരാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ശ്രമിച്ചു. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഗാന്ധിജിയുമായി ഒരു കരാറിൽ ഒപ്പുവെച്ചു. ഈ കരാർ ഗാന്ധി ഇർവിൻ കരാർ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് പ്രകാരം കോൺഗ്രസ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെച്ചു. The Salt March notable for 3 reasons. It was this event that first brought Mahatma Gandhi to world attention. March widely covered by the European and American press. It was the first nationalist activity in which women participated in large number. It was the Salt March which forced the British the realization that their rule would not be last. ഈ സമരത്തോടുകൂടി ഗാന്ധിജി ലോക ശ്രദ്ധ നേടി. ദേശീയ പ്രസ്ഥാനത്തിൽ ആദ്യമായി വനിതകൾ ധാരാളമായി പങ്കെടുത്തു. സിവിൽ നിയമലംഘന സമരത്തോടുകൂടി ഇന്ത്യയിൽ ഇനി വളരെ കാലം തങ്ങളുടെ ഭരണം നിലനിൽക്കില്ലെന്ന് ബ്രിട്ടീഷുകാർക്ക് ബോധ്യപ്പെട്ടു. Focus area 4. Quit India Movement 1942. Quit India പ്രസ്ഥാനം. Background. Government of India Act 1935. The British government drafted new constitution for India, which is known as Government of India Act 1935. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യക്ക് പുതിയ ഭരണഘടന ഉണ്ടാക്കി. ഇതറിയപ്പെടുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്നാണ്. കോൺഗ്രസ് മിനിസ്റ്ററീസ്, കോൺഗ്രസ് മന്ത്രിസഭകൾ. Under the provisions of this act, elections were held in 1937. Congress ministries were formed 8 out of 11 provinces. The ministries remained power only for 2 years. And in 1939, Congress ministries were resigned. 1935 നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 1937 പ്രവിശ്യകളിൽ ഇലക്ഷൻ നടത്തി.
11-ൽ 8 പ്രവിശ്യകളിലും കോൺഗ്രസ് അധികാരത്തിൽ വന്നു. മന്ത്രിസഭ 2 വർഷം മാത്രമേ അധികാരത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. 1939-ൽ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചു. പാകിസ്ഥാൻ ഡിമാൻഡ് 1940. In March 1940, the Muslim League passed a resolution demanding separate nation for Muslims. 1940 മാർച്ച് മാസത്തിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം എന്ന പ്രമേയം മുസ്ലിം ലീഗ് പാസാക്കി. ക്രിപ്സ് മിഷൻ 1942. ക്രിപ്സിന്റെ ദൗത്യം. Unfavorable Second World War situation and international pressure had compelled the British to seek a settlement with Gandhiji and the Congress. For seek the cooperation, it sent a mission in 1942 headed by a cabinet minister, Sir Stafford Cripps. Cripps offered dominion status for India after the war. The proposal of Cripps' mission rejected all sections of the people. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ അനുകൂലമല്ലാത്ത സാഹചര്യവും അന്താരാഷ്ട്ര സമ്മർദ്ദവും ഗാന്ധിജിയുമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ഒത്തുതീർപ്പിന് ബ്രിട്ടനെ പ്രേരിപ്പിച്ചു. ഇതിനായി സ്റ്റഫോർഡ് ക്രിപ്സിന്റെ നേതൃത്വത്തിൽ ഒരു ദൗത്യ സംഘത്തെ അയച്ചു. യുദ്ധാനന്തരം ഇന്ത്യക്ക് പുത്രിക രാജ്യപദവി വാഗ്ദാനം ചെയ്തു. ക്രിപ്സിന്റെ വാഗ്ദാനം എല്ലാ വിഭാഗം ജനങ്ങളും തള്ളിക്കളഞ്ഞു. ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ 1942 ഓഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ പ്രമേയം. After the failure of the Cripps mission, Mahatma Gandhi decided to launch his third major movement against British rule. The aim of the struggle was to compel the British to accept the demand for independence. ക്രിപ്സ് ദൗത്യം പരാജയപ്പെട്ടതോടുകൂടി ഗാന്ധിജി മൂന്നാമത്തെ ജനകീയ സമരത്തെക്കുറിച്ച് ആലോചിച്ചു. സമരത്തിന്റെ ലക്ഷ്യം സ്വാതന്ത്ര്യം എന്ന ആവശ്യം അംഗീകരിപ്പിക്കാൻ ബ്രിട്ടനെ സമ്മർദ്ദത്തിൽ ആക്കുക എന്നതായിരുന്നു. All India Congress Committee met at Bombay on 8 August 1942. It passed famous Quit India resolution. It decided to launch a non-violent struggle under Gandhiji. Addressing Congress delegates on the night, he said his famous motto, "Do or die. We shall either free India or die in the attempt." 1948 ഓഗസ്റ്റ് 8 അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ബോംബെയിൽ ചേർന്നു. ഈ സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി. സമ്മേളന പ്രതിനിധികളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പ്രശസ്തമായ മന്ത്രം ജനങ്ങൾക്ക് നൽകി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഒന്നുകിൽ ഇന്ത്യയെ മോചിപ്പിക്കും, അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിച്ചു വീഴും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശസ്തമായ വാക്കുകൾ. Before starting movement, Gandhiji and other leaders were arrested. The news of arrest of the leaders shocked the people and a spontaneous movement of protest arose everywhere. എന്നാൽ പ്രക്ഷോഭം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഗാന്ധിജി ഉൾപ്പെടെ എല്ലാ നേതാക്കളെയും അറസ്റ്റ് ചെയ്തു. നേതാക്കളുടെ അറസ്റ്റ് ജനങ്ങളെ ഞെട്ടിച്ചു. ഇന്ത്യയിലാകെ ജനങ്ങൾ സ്വയം പ്രതിഷേധം ആരംഭിച്ചു. മെത്തേഡ് ഓഫ് സ്ട്രഗിൾ, സമരരീതി. കോൺഗ്രസ് ഹാഡ് നോട്ട് ഗിവ് എനി മെത്തേഡ് ഓഫ് സ്ട്രഗിൾ. ദ പീപ്പിൾ യൂസ്ഡ് their own methods ഓഫ് സ്ട്രഗിൾ. കോൺഗ്രസ് ഒരു സമരരീതിയും ജനങ്ങൾക്ക് നൽകിയിരുന്നില്ല. ജനങ്ങൾ അവരുടേതായ സമരരീതി തെരഞ്ഞെടുത്തു. They attacked the symbols of British authorities, the police station, post office, railway station, etc. They cut telegraph lines, telephone wires, and railway lines.
They burned government buildings. ജനങ്ങൾ ബ്രിട്ടീഷ് അധികാര ചിഹ്നങ്ങളായ പോലീസ് സ്റ്റേഷൻ, പോസ്റ്റ് ഓഫീസ്, റെയിൽവേ സ്റ്റേഷൻ മുതലായവ ആക്രമിച്ചു. ടെലഗ്രാഫ് ലൈനുകൾ, ടെലഫോൺ വയറുകൾ, റെയിൽവേ പാളങ്ങൾ എന്നിവ മുറിച്ചു കളഞ്ഞു. ഗവൺമെന്റ് കെട്ടിടങ്ങൾ തീവെച്ചു നശിപ്പിച്ചു. Importance of the movement. It demonstrated the depthness of national feelings. It demonstrated capacity of the people for struggle and sacrifices. The great significance of the movement was demand for freedom was the immediate agenda of national movement. ക്വിറ്റ് ഇന്ത്യ സമരം ദേശീയ ബോധത്തിന്റെ ആഴം പ്രകടമായ സമരമായിരുന്നു. സമരം ചെയ്യാനും ത്യാഗങ്ങൾ അനുഭവിക്കാനുമുള്ള ജനങ്ങളുടെ കഴിവിന്റെ ആഴം പ്രകടിപ്പിച്ച സമരമായിരുന്നു. ഏറ്റവും വലിയ പ്രാധാന്യം സ്വാതന്ത്ര്യം എന്നത് സത്വര അജണ്ടയായി മാറി. കൂടുതൽ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.